വിവാഹം കഴിഞ്ഞ് ഒരുപാട് സ്വപ്നത്തോടെ കൂടി ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് എൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നത്. ഒരു ഡോക്ടർ ഏറ്റവും ആവശ്യമുള്ളൊരു ഇന്ദ്രിയമാണ് നേത്രം അല്ലേ? പക്ഷേ ആയുർവേദ ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന 3 ടൂൾസ് ഉണ്ട്: ദർശനം, സ്പർശനം, പ്രശ്നം. എനിക്കിതുവരെ എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ ഈ പറഞ്ഞ പോലെ എൻ്റെ ലിമിറ്റേഷൻ ദർശനമാണ്. നമ്മൾ മനസ്സിനെ വേറെയും ശരീരത്തെ വേറെയും അല്ല ട്രീറ്റ് ചെയ്യുന്നത്, രണ്ടിനെയും കൂടെ ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു ഹോളിസ്റ്റിക് കെയറാണ് ജീവനിയം ഡെലിവർ ചെയ്യുന്നത്. വലിയ സ്വപ്നങ്ങളുമായി ആഘോഷത്തോടെ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്നൊരു ദിവസം കാഴ്ച നഷ്ടപ്പെടുക, ജീവിതത്തിലെ നിറങ്ങളെല്ലാം മായുക. അവിടെ നിന്നും ഉൾക്കണ്ണിലൂടെ ചുറ്റുമുള്ളവർക്ക് വെളിച്ചം പകരുകയാണ് ജീവനിയം മെഡിപോളിയുടെ ഫൗണ്ടറായ ഡോക്ടർ രശ്മി പ്രമോദ്. രാജ്യത്തിന് നൽകിയ ഈ സംഭാവനകൾ പരിഗണിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ ഇൻഡിപെൻഡൻസ് ഡേയിൽ ഡോക്ടർ രശ്മിയെ പ്രത്യേക അതിഥിയായി ക്ഷണിച്ചിരിക്കുകയാണ്. ജീവനീയത്തിൻ്റെയും ഡോക്ടർ രശ്മിയുടെയും വിശേഷങ്ങളാണ് ഇന്ന് ഇന്ത്യനോമിക്സിൽ. വളരെ സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. സാക്ഷാൽ രാഷ്ട്രപതി തന്നെ നേരിട്ട് കത്തയച്ചിരിക്കുകയാണ് ഇൻഡിപെൻഡൻസ് ഡേക്ക് അതിഥിയായിട്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ മാമിന് എന്താണ് തോന്നുന്നത്? ഓണറബിൾ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ക്ഷണം സ്വീകരിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം തന്നെയാണ്. അപ്പോൾ അത് തീരെ പ്രതീക്ഷിക്കാതെ കിട്ടിയപ്പോൾ വളരെ സന്തോഷവും അഭിമാനവും തോന്നിയൊരു നിമിഷമായിരുന്നു അത്. ഇപ്പം മാം വളരെ കാലമായിട്ട് ജീവനിയത്തിൻ്റെ ഭാഗമാണ്. ജീവനിയം 2009 ജീവനിയം സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിലെ ഡിസേബിലിറ്റി നേരിട്ട കാലഘട്ടത്തിൽ എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന ഞാൻ പഠിച്ച ശാസ്ത്രത്തിലൂടെ സമൂഹത്തിനെ സേവിക്കുക എന്നതായിരുന്നു. അതിനുള്ളൊരു ഉത്തരമായാണ് ഇന്ന് ജീവനിയം നിലനിൽക്കുന്നത്. ഒരുപാട് പേരുടെ സഹായവും മാർഗനിർദ്ദേശങ്ങളും എല്ലാം കൂടിയാണ് ജീവനിയം ഈ കഴിഞ്ഞ 17 വർഷം ഈ ഒരു അവസ്ഥയിലേക്ക് ജീവനിയം മെഡിപോളിസ് എന്ന ഒരു ഇൻ്റർനാഷണൽ NABH ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായും ഇവിടെ എൻ്റെ പരിശ്രമമല്ല, എല്ലാവരുടെയും എൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരുപാട് പേരുടെ നിരന്തരമായിട്ടുള്ള സപ്പോർട്ടും പ്രേരണയുമാണ് ഈ ഒരു ആശയത്തിലേക്ക് ഇന്ന് മെഡിപോളിസ് എന്ന ഒരു സ്ഥാപനത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. ഇവിടെ ഇന്ന് നമുക്ക് 2009 വെൽനസ് ഇൻഡസ്ട്രി ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് ജീവനിയം സേവനം ആരംഭിച്ചെങ്കിൽ 2012-14 കാലയളവിലാണ് നമ്മൾ ഓട്ടിസം മേഖലകളിൽ റിസർച്ചുകളും കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയും അതിനെ ആസ്പദമാക്കിയിട്ട് സേവനം തുടങ്ങിയത്. അതിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്ന വലിയൊരാശയം ഈ പറയുന്ന കുട്ടികൾക്ക് മാത്രമല്ല സേവനം നൽകേണ്ട ഒരു ആവശ്യകതയുള്ളത്. ഒരു ഭാഗത്ത് ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സ് വളരെയേറെ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ മറുഭാഗത്ത് ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡേഴ്സും, അതായത് സ്ട്രോക്ക്, പാർക്കിൻസൺസ് ഇതുപോലുള്ള അവസ്ഥകളെല്ലാം തന്നെ കൂടി വരുന്നുണ്ടെന്നുള്ളതും അവർക്ക് വേണ്ട സഹായങ്ങളും ശരിയായിട്ടുള്ള രീതിയിലുള്ള ഒരു റിക്കവറി ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റി വളരെ അനിവാര്യമാണ്. അതാണ് ജീവനിയം മെഡിപോളിസ് വെയർ ഫാമിലീസ് റീഡിസ്കവർ ഹോപ്പ് എന്ന ആശയത്തിലൂടെ നമ്മൾ 17 വർഷത്തിന് ശേഷം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് കുട്ടികൾക്കൊരു ഹോം ഫീലിംഗ് വരാം. അതായത് നമ്മളിപ്പോൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഫോൾഡിങ്, ബട്ടണിങ്, അതുപോലെ തന്നെ ബെഡ് മേക്കിംഗ് ഒക്കെ. അപ്പോൾ കുട്ടിക്ക് അത് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ വേണ്ടി, നമ്മൾ ചെറിയ കുട്ടികളുടെ ബ്രെയിൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് റിലേറ്റബിൾ ആവാൻ വേണ്ടിയിട്ട് അത് ഹൗസ് മോഡലിൽ മേക്ക് ചെയ്തിരുന്നു.
ഇതാണ് ബെഡ് മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുട്ടിക്ക് ജസ്റ്റ് ഫീലിംഗ് കിട്ടാൻ വേണ്ടി ബെഡ് മേക്കിംഗ് ചെയ്യുമ്പം കറക്റ്റ് എന്താണ് കുട്ടി ഉദ്ദേശിക്കുന്നതെന്ന് കുട്ടിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ആ സെറ്റപ്പിൽ തന്നെ ബിൽഡ് ചെയ്ത്. പിന്നെ അതുപോലെ തന്നെ കബേർഡ്സ്, ഡ്രോയർ കാര്യങ്ങളൊക്കെ സെയിം ആണ് ഫിൽ ചെയ്ത്. പിന്നെ ആൽമിരാസ് ഇതിൽ നമ്മൾ ഫോൾഡിങ്ങും പഠിപ്പിച്ച് അത് ഫോൾഡ് ചെയ്ത് എങ്ങനെ അവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളതും കൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ഡ്രോയേഴ്സ് തന്നെ. പിന്നെ ഇതെന്ന് പറയുന്നത് ഏഡിയൽ സ്കിൽസ് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലിപ്പേഴ്സ് ബോർഡാണ്. ഇതിൽ ടൈപ്പ് ഓഫ് പ്രസ് ബട്ടൺ പിന്നെ അതേപോലെ തന്നെ ക്ലിപ്പേഴ്സ് ഇതൊക്കെ വരുന്നുണ്ട്. പല കുട്ടികളും ചെറുപ്പത്തിൽ തന്നെ ഏഡിയൽ സ്കിൽസ് ട്രെയിനിങ് കിട്ടാത്ത ഇഷ്യൂസ് ഉണ്ട്. സോ അതുകൂടെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കളിയിലൂടെയാണല്ലോ കുഞ്ഞുങ്ങളെ പലതും പഠിക്കുക. അങ്ങനെ ബോറടിക്കാതെ കളിയിലൂടെ തന്നെ ലൈഫ് സ്കിൽസ് ലേൺ ചെയ്യാനുള്ള ഒരു പ്ലേ ഏരിയയാണ് ജീവനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രതിസന്ധികൾ നമുക്കറിയാം. ഇപ്പം ഒരു എന്താ പറയുക, വിവാഹം കഴിഞ്ഞ് ഒരുപാട് സ്വപ്നത്തോടെ കൂടി ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് എൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നത്. തീർച്ചയായിട്ടും മുന്നോട്ട് ജീവിതം എങ്ങനെയാണെന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. അന്ന് ഈ പറയുന്ന പോലെ കാഴ്ചയില്ലാത്തവർ എങ്ങനെ പഠിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ അവരവരുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നു ഇതിനെക്കുറിച്ചിട്ടൊന്നും തന്നെ ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബത്തിലുള്ളവർ പോലും ചിന്തിക്കുക ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോഴാണ് ഇതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുകയും അന്ന് എൻ്റെ ഭാഗ്യം കൊണ്ട് എൻ്റെ അച്ഛൻ പേപ്പറിൽ ഡിഗ്രിക്ക് റാങ്ക് കിട്ടിയ ഒരു വിഷ്വലി ചാലഞ്ച് പയ്യൻ്റെ ആർട്ടിക്കിൾ വായിക്കുകയും അവനെ വിളിക്കുകയും അന്ന് അവൻ ചോദിച്ച ചോദ്യമുണ്ട്, ഇത്രയും കാലം ചേച്ചി ഞങ്ങളെങ്ങനെ പഠിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങളെങ്ങനെ ജീവിക്കുന്നു ചിന്തിച്ചിട്ടുണ്ടോ എന്ന്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐ ഓപ്പണിംഗ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇന്നും എന്നും എൻ്റെ അവസാനം വരെ ഓർത്തിരിക്കുന്ന ആ ഒരു ചോദ്യമാണ് മുന്നോട്ട് ഇതുവരെ നയിച്ചിട്ടുള്ളത്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾക്കൊരു പ്രയാസം അനുഭവിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കുക. നമുക്ക് കൗൺസിൽ ചെയ്യാനും ഉപദേശിക്കാനും ഈസിയാണ്, പക്ഷെ ആ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴാണ് അതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കുക. പെട്ടെന്ന് വിഷ്വലി ചാലഞ്ച്ഡ് അല്ലെങ്കിൽ കാഴ്ച നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാൻ വീണ്ടും കൺസീവ് ചെയ്തു, പിന്നെ മോളുണ്ടായി. ആ ഒരു പ്രഗ്നൻസി പീരീഡിൽ ഈ പറയുന്ന കാഴ്ചയെക്കുറിച്ചിട്ട് ഉള്ള ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് മോൾക്ക് ഒരു 3 മാസമായപ്പോഴാണ് വീണ്ടും ഫ്യൂച്ചർ, എൻ്റെ ജോബ്, എൻ്റെ ഐഡൻറ്റിറ്റി ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങിയത്. ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള എനിക്ക് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ വളരെയേറെ ബൂമിംഗ് ആയിട്ടുള്ളൊരു സമയമായിരുന്നു. കമ്പ്യൂട്ടർ ജ്ഞാനം വേണമെന്ന് മനസ്സിലായി. അങ്ങനെ ജോസ് എന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് കമ്പ്യൂട്ടർ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് പഠിച്ചു. ബോൾഗാട്ടിയിൽ ജോലി കിട്ടി 2006. പിന്നെ അവിടെ നിന്നുള്ള എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും ദൈവാനുഗ്രഹവും എല്ലാമാണ് 2009 ജീവനിയം എന്ന ആശയത്തിലേക്ക് എത്തിച്ചത്. പിന്നീട് ഇങ്ങോട്ടേക്ക് ജീവനിയം മെഡിപോളിസ് എന്ന ഈ പുതിയ സ്ഥാപനം. ജീവനത്തിലെ ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് എല്ലാ പഞ്ചകർമ്മ തെറാപ്പികളും നമ്മൾ ഒതൻറ്റിക്കായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കും അതേപോലെ തന്നെ മുതിർന്നവർക്കുമുള്ള എല്ലാ ചികിത്സകളുമാണ് ആയുർവേദ പഞ്ചകർമ്മ തിയേറ്ററിൽ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ പഞ്ചകർമ്മങ്ങളായ വമനം, വിരേചനം, നസ്യം, വസ്തി, രക്തമോക്ഷം ഇവയ്ക്ക് കൂടാതെ തന്നെ കേരളീയ പഞ്ചകർമ്മങ്ങളായ അഭ്യംഗം, വിവിധ തരത്തിലുള്ള കിഴികൾ, ധാര, ഉദ്വർത്തനം, അതോടൊപ്പം തന്നെ വസ്തി, ബാഹ്യമായിട്ടുള്ള വസ്തികൾ ഇവയെല്ലാം നൽകി വരുന്നുണ്ട്. ഇത് നമ്മൾ ആയുർവേദം നമുക്കറിയാം രോഗശമനത്തിനായിട്ടും അതേപോലെ തന്നെ സ്വാസ്ഥ്യ സംരക്ഷണത്തിനുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആയുർവേദ വെൽനസ് പ്രോഗ്രാംസും ക്ലെൻസിങ് ഡീടോക്സിഫിക്കേഷൻ പ്രോഗ്രാംസും റീജുനേഷൻ പ്രോഗ്രാംസും അതേപോലെ തന്നെ ഓരോ ചികിത്സയ്ക്കും അനുസൃതമായിട്ടുള്ള പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ്സും സജ്ജമാക്കിയിട്ടുണ്ട്. ജീവനീയം എന്നുള്ളൊരു പേര് തന്നെ വളരെ വ്യത്യസ്തമാണ്. അതിൻ്റെ സ്ലോഗനും അതിലേറെ വ്യത്യസ്തമാണ്. ഈ ഒരു ആശയത്തിലോട്ട് ഈ ഒരു പേരിലോട്ടും എത്താൻ എന്തെങ്കിലും പ്രത്യേക കാരണം ഉണ്ടായിരുന്നു? അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവനിയം ബോൾഗാട്ടിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം മോൾക്ക് ഫസ്റ്റ് ബർത്ത്ഡേ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എറണാകുളത്തേക്ക് വരുന്നത്. അത് കഴിഞ്ഞ് മമ്മി ഒരു പ്രാവശ്യം വന്നപ്പോൾ മോളെ ടേക്ക് കെയർ ചെയ്യുന്ന ചേച്ചി നോക്കുന്നതിൽ സാറ്റിസ്ഫൈഡ് അല്ലാതുകൊണ്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന മോളെയും കൊണ്ട് മമ്മി തിരിച്ച് വീട്ടിലേക്ക് പോയി. ഒരു നിമിഷം മോളെ പെട്ടെന്ന് മാറ്റിയപ്പോൾ വീണ്ടും വീട്ടിൽ വൈകുന്നേരം എത്തുമ്പോൾ
ഐ വാസ് ലിറ്റിൽ ബിറ്റ് അപ്സെറ്റ് ആൻഡ് സ്ട്രെസ്ഡ്. ജീവനിയം എന്നൊരാശയത്തിൻ്റെ എന്താ പറയുക, ബിഹൈൻഡ് ദ കേർട്ടൻസ് എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് സുധീർ ഏട്ടനാണ്. സുധീർ എന്ന് പറയുന്ന ആ മഹത് വ്യക്തിയുടെ കൈകളിൽ ദൈവം എന്നെ ആദ്യം ഏൽപ്പിച്ചതാണ്. ഇങ്ങോട്ട് എന്താ പറയുക, എൻ്റെ ബോറിംഗ് മാറ്റാൻ വേണ്ടി ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമായിട്ട് എഴുതി തുടങ്ങിയ ഒരു വെബ്സൈറ്റ്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായിട്ട് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു ജീവനിയം. അങ്ങനെ ജീവനിയം, വൺ വിച്ച് ഗിവ്സ് ലൈഫ്, എനിക്ക് ജീവിതം തിരിച്ചു തരുന്നത് എന്നത് മാത്രമേ അന്ന് ആലോചിച്ചിട്ടുള്ളൂ. പക്ഷേ ഭാഗ്യവശാൽ ഒരുപാട് പേർക്ക് ജീവനത്തിലൂടെ ഒരു പുതിയ വെളിച്ചം നൽകാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. കരിയറിൻ്റെ തുടക്കത്തിൽ ഒരു വിഷ്വലി ചാലഞ്ചഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നുള്ള ചോദ്യങ്ങളായിട്ട് ആൾക്കാർ വന്നിരുന്നു. തീർച്ചയായിട്ടും അതിപ്പോഴും ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാകാം. കാരണം നമുക്കറിയാം, ഒരു ഡോക്ടർ ഏറ്റവും ആവശ്യമുള്ള ഒരു ഇന്ദ്രിയമാണ് നേത്രം, അല്ലേ? പക്ഷെ ആയുർവേദ ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന 3 ടൂൾസ് ഉണ്ട്: ദർശനം, സ്പർശനം, പ്രശ്നം. ഓക്കെ, അതിൽ എനിക്കിതുവരെ എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ ഈ പറഞ്ഞ പോലെ എൻ്റെ ലിമിറ്റേഷൻ ദർശനമാണ്. അവിടെ ഞാൻ സ്പർശനവും പ്രശ്നവും, അതായത് പ്രശ്നം എന്ന് പറയുന്നത് ത്രൂ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇപ്പം നമുക്ക് ഏതൊരു പേഷ്യൻ്റ് വരുമ്പോഴും ആ പേഷ്യൻറ്റിന് ഒരുപാട് പ്രയാസങ്ങൾ പറയാനുണ്ടാകാം. അതൊരു പക്ഷേ അവരുടെ ഡിസീസിൻ്റെ റെലവൻ്റ് ആവണമെന്ന് പോലും ഇല്ല. ആ കാര്യങ്ങൾ കേൾക്കാനുള്ളൊരു മനസ്സ്, പോയിന്റ് നമ്പർ 1. രണ്ടാമത്, ഇപ്പോൾ പല കാര്യങ്ങളും നമുക്ക് പാൽപേഷനിലൂടെ, പിന്നെ ഇന്നിപ്പം എനിക്ക് ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ അസിസ്റ്റീവ് ഡിവൈസ്, ഞാൻ ഇപ്പോൾ വായിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അസിസ്റ്റൻറ്റ് ഡോക്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് സ്വന്തമായി വായിക്കാൻ എൻ്റെ മെറ്റ ഗ്ലാസ് ഉണ്ട്. ഓക്കെ, പിന്നെ എൻ്റെ ഐഫോൺ ഉണ്ട്. ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിങ് യുവർ ഇമോഷൻസ്, എനിക്ക് തോന്നുന്നു കണ്ടിട്ട് ഒരാളുടെ സ്വഭാവമോ മറ്റും മനസ്സിലാക്കുന്നതിൽ ഉപരിയായിട്ട് തന്നെ ഇന്ന് AI ഇൻ്റഗ്രേറ്റഡ് ഗ്ലാസസ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ട് ഈ ഡിഫറെൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയും അവരെ ടേക്ക് കെയർ ചെയ്യുന്ന പാരൻസിന് വേണ്ടി എന്തൊക്കെ സർവീസസ് ആണ് ഇവിടെ കൊടുക്കുന്നത്? ജീവനിയം മെഡിപോളിസ് ഇന്ന് നിലകൊള്ളുന്നത് അഡ്വാൻസ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ന്യൂറോ മൈൻഡ് റീഹാബിലിറ്റേഷൻ എന്നൊരാശയത്തിലാണ്. അപ്പോൾ അവിടെ അഡ്വാൻസ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കുട്ടികളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് സഹായകരമാകുന്ന എല്ലാ കാര്യങ്ങളും, അതായത് ഇവിടെ ഇപ്പം നമുക്കറിയാം, നമ്മളിന്ന് ഏറ്റവും കൂടുതൽ ഗവേഷണങ്ങൾ നടക്കുന്നതും ഗട്ട് ബ്രെയിൻ റിലേഷൻസ് സംബന്ധിച്ച കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതിൽ ആയുർവേദ ശാസ്ത്രത്തിന് ഒരുപാട് പങ്കുണ്ട്. ആ ശാസ്ത്രത്തിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഗട്ട് ബ്രെയിൻ കണക്ഷൻസിന് ഉതകുന്ന തരത്തിലുള്ള ഡൈജസ്റ്റീവ് മെക്കാനിസംസ് കറക്റ്റ് ചെയ്യുക, അതേപോലെ മെറ്റബോളിസം കറക്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുന്നതിലൂടെ കുട്ടികളുടെ സ്കിൽ ഡെവലപ്മെൻറ്റ്സ് നടത്തുക. ഈ സ്കിൽ ഡെവലപ്മെൻറ്റിന് തീർച്ചയായിട്ടും തെറാപ്പികൾ വളരെ അനിവാര്യമാണ്. അതിനായിട്ട് നമുക്കിവിടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഉണ്ട്, ഇൻക്ലൂഡിങ് AI ബേസ്ഡ് റീഹാബിലിറ്റേഷൻ. ഇന്നിപ്പം നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. അപ്പം AI എങ്ങനെയാണ് ഒരു റീഹാബിലിറ്റേഷനിൽ ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ട് റിക്കവറി ടു ഇൻഡിപെൻഡൻസ് ഫാസ്റ്റ് ആക്കുക എന്ന ഗവേഷണം കൂടിയാണ് ജീവനിയം ഇന്ന് ചെയ്തു വരുന്നത്. ഇതോടൊപ്പം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, വൊക്കേഷണൽ ട്രെയിനിങ്, പാരൻ്റൽ ട്രെയിനിങ് പ്രോഗ്രാംസ്, കമ്മ്യൂണിറ്റി റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജീവനിയം ചെയ്തു വരുന്നു. ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മൾ എക്സസൈസ് തെറാപ്പിക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്സസൈസ് തെറാപ്പിക്ക് വേണ്ടി തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രെഡ്മിൽ, ബൈസൈക്കിൾ എർഗോമീറ്റർ, ദെൻ വൈബ്രേറ്റ്, അങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സ് നമുക്കിവിടെ ഉണ്ട്. അത് മൾട്ടി ജിം പർപ്പസ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ന്യൂറോളജിക്കൽ മസ്കുലോസ്കെലറ്റൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മെഡിപോളിസും അലോങ് വിത്ത് IIT ഹൈദരാബാദ് ആൻഡ് ബിയേബിൾ ഹെൽത്തും കൂടെ കൂടിയിട്ടുള്ള ഒരു റിഹാബിലിറ്റേഷൻ സ്ട്രാറ്റജിയാണ് നമ്മുടെ AI ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ടെക്നിക്. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പേഷ്യൻറ്റിൻ്റെ നീഡിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള
ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഇതിലേക്ക് കൊടുക്കാൻ പറ്റും. അതിന് കറക്റ്റായിട്ടുള്ള ഒരു റെസ്പോൺസ് നമുക്ക് റിപ്പോർട്ടായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുകയും ചെയ്യും. അതായത് പേഷ്യൻറ്റിൻ്റെ ഓരോ ലെവൽ ഓഫ് പ്രോഗ്രസ് നമുക്ക് ഡേറ്റ ഉൾപ്പെടെയായിട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. ഇതാണ് നമ്മുടെ പീഡിയാട്രിക് ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് നമ്മൾ ടോട്ടലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം കുട്ടികൾക്ക് അഡൽട്ട് റൂമിലേക്ക് വരുമ്പോൾ വലിയ വലിയ എക്യുപ്മെൻറ്റ്സ് ഒക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് ഭയമായിരിക്കും ചെയ്യാൻ. അപ്പോൾ കുറച്ചുകൂടെ ക്ലോസ്ഡ് ആയിട്ടും അതുപോലെ തന്നെ കളർഫുൾ തീമൊക്കെ കൊടുത്ത് കുട്ടീനെ എൻഗേജ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ടോയ്സും നമുക്ക് കുട്ടികളെ ട്രീറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ എക്യുപ്മെൻറ്റ്സിനേക്കാളും കൂടുതൽ പ്ലേഫുൾ ആയിട്ടുള്ളൊരു എൻവയോൺമെൻ്റ് ആണ് കുട്ടിക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ടോട്ടലി അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ ജീവനേത്യത്തിൻ്റെ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ കുട്ടികളുടെ കാര്യം എടുത്താൽ കുട്ടികളുടെ മാനസികാരോഗ്യത്തിനെ കുറിച്ച് അധിക പേരും ചിന്തിക്കാറില്ല. അതിനെയൊക്കെ എങ്ങനെയാണ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നതും എങ്ങനെയാണ് അതിന് സപ്പോർട്ട് കൊടുക്കുന്നത് ജീവനെയും? ഇപ്പം മനസ്സെന്ന് പറയുന്നത് ഇപ്പോൾ ആയുർവേദ ശാസ്ത്രത്തിൽ ശരീരവും മനസ്സും രണ്ടല്ല. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പം നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഒരു ചെറിയ അസുഖം ഉണ്ടായാൽ അത് മനസ്സിനെയും ബാധിക്കും, മനസ്സിനുണ്ടാവുന്ന പ്രയാസങ്ങൾ ശരീരത്തെയും ബാധിക്കും. അപ്പം ഇത് രണ്ടിനും ഒരേ ഇമ്പോർട്ടൻസോട് കൊടുത്താണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. അപ്പം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആഹാരത്തിന് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് മാത്രമല്ല മനസ്സിൻ്റെ ആരോഗ്യത്തിനും ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ ശരീരത്തെ മാത്രമല്ല മെച്ചപ്പെടുത്തുന്നത്, അത് പോഷണപ്പെടുത്തുന്നത്, അത് നമ്മുടെ മനസ്സിനെയും കൂടെ പുഷ്ടിപ്പെടുത്തുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ, അതായത് പിന്നെ എന്താ പറയുക ദിനചര്യകൾ, കർമ്മങ്ങൾ, ഇതെല്ലാം ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മാനസികാരോഗ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ക്ലിനിക്കൽ സൈക്കോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, സൈക്കോ തെറാപ്പീസ്, റിലാക്സേഷൻ ടെക്നിക്സ്, ഒപ്പം സ്മൃതി മെഡിറ്റേഷൻ, ആയുർവേദത്തിൽ ഉള്ളൊരു ടെക്നിക്സ് ഉണ്ട്. അത് യോഗ, മ്യൂസിക് തെറാപ്പിയും ഒരുപാട് ഫലപ്രദമാണ് മാനസികാരോഗ്യത്തിന്. ഇവിടെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് കാര്യങ്ങൾ, നമ്മൾ മനസ്സിനെ വേറെയും ശരീരത്തെ വേറെയും അല്ല ട്രീറ്റ് ചെയ്യുന്നത്, രണ്ടിനും കൂടെ ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു ഹോളിസ്റ്റിക് കെയറാണ് ജീവനം ഡെലിവർ ചെയ്യുന്നത്. ജീവനത്തിന് ഇനി അടുത്ത സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ജീവനം മെഡിപോളിസ് എന്താ പറയുക എന്നൊരാശയം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രം ഒരു റിസ്ക് എടുത്ത് ചെയ്തിരിക്കുന്ന ഒരു എൻറ്റൈറ്റിയാണ് ജീവനി മെഡിപോളിസ്. ഇപ്പോൾ ഡെയിലി ഇവിടെ വരുന്ന ഓരോ പാരൻസും അവരുടെ കുട്ടികൾ ഒരു 4 വയസ്സാകുമ്പോൾ ഓട്ടിസം എന്ന ഒരു ഡയഗ്നോസിസിലേക്ക് എത്തുമ്പോൾ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന വലിയൊരു ചോദ്യമുണ്ട്: എൻ്റെ കാലശേഷം എൻ്റെ കുഞ്ഞിൻ്റെ സുരക്ഷിതത്വം. അതിനുവേണ്ടി ഒരു ടാഞ്ചബിൾ ആൻസർ, ഒരു ടാഞ്ചബിൾ സൊല്യൂഷൻ ചെയ്യാൻ പറ്റണം എന്നത് മാത്രമാണ് ഒരു ഫ്യൂച്ചർ ആഗ്രഹം എന്ന് പറയാനുള്ളൂ. ഇനിയുള്ള യാത്രകളിൽ ജീവനത്തിലൂടെ ഒരുപാട് പേർക്ക് ജീവിതത്തിൽ വെളിച്ചം നൽകാനാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.